ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹോസ്പിറ്റലിലെത്തിയ ഗൗതമിയും ഗോകുലും കുഞ്ഞിന്റെ മേലുള്ള അവകാശം പറഞ്ഞുകൊണ്ട് മഹിയോടും ഗംഗയോടും ബഹളമുണ്ടാക്കുന്നു. മോളെക്കുറിച്ച് മഹിക്കും ഗംഗയ്ക്കുമുള്ള സ്നേഹവും കുഞ്ഞിനോടുള്ള കരുതലിനെ കുറിച്ചുമൊക്കെ അവർ പറയുമ്പോൾ ഗൗതമി പറയുന്നത്, എന്റെ മോളുടെ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നും അവളെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ അവളെ സംരക്ഷിക്കാനും അവളെ സ്നേഹിക്കാനുമാണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് ഗൗതമി പറഞ്ഞ് അങ്ങനെ വാശിയോടെ അവിടെ നിന്നു. ഗോകുലും പറഞ്ഞു, അതെ, എന്റെ സഹോദരിയുടെ കുഞ്ഞിനെ ഞങ്ങൾ തന്നെ നേടിയെടുക്കും. നീ ആ കുഞ്ഞിനെയും കൊണ്ടുപോയി കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി. ഇനി നിന്റെ അടവുകളൊന്നും ഞങ്ങളുടെ മുന്നിൽ വിലപ്പോവില്ല എന്ന് പറഞ്ഞ് ഗോകുലും ഗൗതമിയും മഹിയോടും ഗംഗയോടും തട്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോ അവിടെ റൂമിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് സിയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും കയറി വന്നു. അവരകത്തേക്ക് കയറിയതും എല്ലാവരും ആകെ ടെൻഷനിലായി. പെട്ടെന്ന് രാഹുലും ദേവയാനിയും പരസ്പരം നോക്കുമ്പോ ഗോകുലിനും ഗൗതമിക്കും ആകെ ടെൻഷനായത്, ഇനി മാളവിക എന്തെങ്കിലുമൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവുമോ, മാളുവിനെ ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവുമോ, അങ്ങനെയാണെങ്കിൽ ഗോകുലിനെ അറസ്റ്റ് ചെയ്യാനായിരിക്കില്ലേ പോലീസ് വന്നിട്ടുണ്ടാവുക എന്ന് ഗൗതമിയെ ഭയപ്പെട്ടു. അതേപോലെ തന്നെ ഗോകുലും അതിനെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടു. കൃത്യസമയത്ത് ഇവിടേക്ക് പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തീർച്ചയായിട്ടും പോലീസിന് മുന്നിൽ സത്യങ്ങളൊക്കെ മാളു പറഞ്ഞിട്ടുണ്ടാവും. എന്നെ പിടികൂടാനായിരിക്കും പോലീസ് ഇപ്പോൾ എത്തിയത് എന്ന് ഗോകുലും ആശങ്കയോടെ ഓർത്തു. അങ്ങനെ അവർ രണ്ടുപേരും ഭയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോ CSR പറഞ്ഞു, അതെ, കുട്ടിയുടെ മൊഴി എടുക്കാനാണ് ഞങ്ങൾ വന്നത്. തൽക്കാലം കുട്ടിയുടെ അച്ഛനും അമ്മയും ഒഴികെ മറ്റുള്ളവരെല്ലാവരും പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ ഗൗതമി ആശ്വസിച്ചു. ഓ ഭാഗ്യം, മോള് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന സമാധാനത്തിൽ ഗൗതമിയും ഗോകുലും പരസ്പരം നോക്കി. പിന്നീട് റൂമിൽ മഹിയും ഗംഗയും മാത്രം നിന്ന് ബാക്കി എല്ലാവരും റൂമിന് വെളിയിലേക്ക് പോയി. അപ്പോഴേക്കും CSR അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, മഹി, ഇത് കുട്ടിക്ക് ഈ ഒരു കേസ് ആദ്യം തുടങ്ങിയത് മിസ്സിംഗ് കേസ് ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും അവസാനം ഈ കുഞ്ഞിനെ കൊല്ലാൻ വരെയുള്ള ഒരു ശ്രമമുണ്ടായി. അതുകൊണ്ട് തന്നെ വധശ്രമത്തിന് വരെയാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടിയുടെ മൊഴി തീർച്ചയായിട്ടും അറിഞ്ഞേ തീരും. കുട്ടിയുടെ മൊഴി എടുക്കാനാ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞപ്പോ മഹി അത് പിന്നെ സാർ എന്ന് പറഞ്ഞു. ഉടനെ CSR ചോദിച്ചു, എന്താ മഹി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹി പറഞ്ഞു, ഏയ് കുഴപ്പമൊന്നുമില്ല, സാർ ചോദിച്ചോളൂ, മോളോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് മഹി പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിച്ചോളാനായി പറയുന്നു. ഉടനെ CSR മാളുവിനോട് ചോദിച്ചു, മോളെ ആ കിണറ്റിൽ എങ്ങനെയാ വന്നത് എന്ന് മോൾക്കറിയാവോ, മോളെ കാണാതായത് എങ്ങനെയാണെന്ന് മോൾക്കറിയാവോ എന്ന് ചോദിച്ചപ്പോ ഉടനെ മാളു ചോദിച്ചു, എന്നെ കാണാതായോ? ആശങ്കയോടുള്ള മാളുവിന്റെ ആ ചോദ്യം കേട്ടതും വീണ്ടും CSR ചോദിച്ചു, അല്ല, മോള് കിണറ്റി വീണപ്പോ മോള് എന്തെടുക്കുകയായിരുന്നു, എവിടെയായിരുന്നു മോള്? ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് മോൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചപ്പോ മാളു പറഞ്ഞു, ഞാൻ വീട്ടിലായിരുന്നു എന്ന് മാളുവിന്റെ മറുപടി കേട്ട് ഗംഗയും മഹിയും പരസ്പരം നോക്കി. CSRും അതിശയത്തോടെ അവരെ നോക്കുമ്പോ വീണ്ടും ഒരിക്കൽ കൂടി CSR ചോദിച്ചു, അല്ല, മോള് വീട്ടിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് വീണ്ടും ചോദിച്ചപ്പോ മാളൂട്ടി പറഞ്ഞു, ഞാനവിടെ കളിക്കുകയായിരുന്നു, ഗംഗയോടൊപ്പം കളിക്കുകയായിരുന്നു, അല്ല, ഗംഗയുടെ കൂടെയല്ല, ഞാൻ പാവയും ആയിട്ട് ഗംഗയോടൊപ്പം കളിക്കുകയായിരുന്നു എന്നൊക്കെ മാറി മാറി ഇങ്ങനെ മോള് മറുപടി നൽകി. അതെല്ലാം കേട്ടതോടെ CSR ആശങ്കയോടെ മഹിയെ നോക്കി. അപ്പോഴേക്കും മഹി പറഞ്ഞു, സാർ, മോൾക്ക് ഈ കണ്ണു തുറന്നതിന് ശേഷം ചില കാര്യങ്ങളൊന്നും മോളുടെ ഓർമ്മയിൽ ഇപ്പോഴില്ല സാർ. മോള് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം സാറ് കുട്ടിയോട് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോ ഞാൻ അതിന് ഒന്ന് തടസ്സമായി സംസാരിച്ചത്. പിന്നെ ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് സാറ് ചോദിക്കുമ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും മോൾക്ക് ഓർമ്മ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ സാറിനോട് ചോദിച്ചോളാനായി പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടിക്ക് ആ വീഴ്ചയിലുണ്ടായ ആഘാതം കൊണ്ടായിരിക്കും ഇപ്പോൾ ഓർമ്മക്കുറവ് സംഭവിച്ചതെന്നാണ് എന്ന് മഹി പറഞ്ഞത്. ഉടനെ CSR അരികിലുണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് പറഞ്ഞു, എടോ, താൻ ചെന്ന് ആ ഡോക്ടറെ വിളിച്ചുകൊണ്ട് പോവാ. ഉടനെ CSR പറഞ്ഞനുസരിച്ച് കോൺസ്റ്റബിൾ നിന്ന് ഡോക്ടറെ കാണാനായി പോയപ്പോഴേക്കും CSR ഗംഗയോട് പറഞ്ഞു, അതെ, കുട്ടിയുടെ മൊഴി അനിവാര്യമാണ്. കാരണം കുട്ടി ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്നും കൊല്ലാൻ ശ്രമിച്ചതെന്നും കൃത്യമായി നമ്മൾക്കറിയണം. അത് മാത്രമല്ല, അതുപോലെ ഒരു അത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് മോളെ നമ്മൾ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ വ്യക്തി ആരാണെന്നും ആ ശത്രുക്കൾ ആരാണെന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയേ തീരൂ എന്ന് പറഞ്ഞപ്പോ വീണ്ടും മാളുവിനോട് CSR ചോദിച്ചു, അല്ല, മോൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? മോള് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോളുടെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ മാളു പറഞ്ഞു,
എനിക്ക് ഞാൻ ഗംഗയോടൊപ്പം കളിച്ചതായിട്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, വേറൊന്നും എനിക്ക് അറിയില്ല എന്ന് മാളു പറഞ്ഞപ്പോ അവിടേക്ക് ഡോക്ടർ എത്തി. ഡോക്ടർ വന്നത് CSR ചോദിച്ചു, അല്ല കുട്ടിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് എന്താ മേഡം മാറ്റം ഉണ്ടാകുമോ? മോള് ഇപ്പോഴും ഓർമ്മക്കുറവുള്ളതുപോലെ സംസാരിക്കുന്നു, മോളുടെ ഓർമ്മ നഷ്ടമായതുപോലെ പറയുന്നു, അതിന് കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ഉടനെ തന്നെ CSRന്റെ ചോദ്യം കേട്ട് ഡോക്ടർ പറഞ്ഞു, അതെ മറ്റൊന്നുമല്ല, ഞങ്ങള് ഇവിടെ അന്വേഷിച്ച് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയതിനു ശേഷം കുട്ടി അബോധാവസ്ഥയിലായിരുന്നല്ലോ, പിന്നീട് ബോധം തെളിഞ്ഞതിന് ശേഷം കുട്ടി കുറച്ചു നേരത്തേക്ക് ഇങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. മോൾക്ക് അന്നുണ്ടായ ആ വീഴ്ചയിലുണ്ടായ ആഘാതം മനസ്സിനെയും ശരീരത്തെയും വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അതിന്റെ ആ ആഘാതത്തിലാണ് കുട്ടി ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്. കുറച്ചുകൂടി നമുക്ക് നോക്കാം സാർ എന്ന്. ഇപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും മോൾക്ക് നിലവിലില്ല എന്നും ഡോക്ടർ മറുപടി പറഞ്ഞു. അങ്ങനെ CSR പറഞ്ഞു, എന്നാ മഹി, കുട്ടിക്ക് പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മ വന്നു എന്ന് ഉറപ്പാവുന്ന സമയത്ത് എന്നെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞതും മഹി ശരി സാർ എന്ന് പറഞ്ഞ് CSRനെ പറഞ്ഞയച്ചു. CSR അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ മാളുവിന്റെ അരികിലേക്ക് എത്തി ഗംഗ മാളുവിനെ തലോടിക്കൊണ്ട്, മോള് പേടിക്കണ്ട കേട്ടോ, ഇവിടെ ഗംഗയും അച്ഛനും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് മോളെ ആശ്വസിപ്പിച്ച് മോളെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് മാളുവിനെ ഉറക്കാനായി ഗംഗ അരികിലേക്ക് ചെന്നു. അതിനുശേഷം മാളു മയങ്ങിയെന്ന് ഉറപ്പായതോടെ ഗംഗ പുറത്തിറങ്ങി നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ മഹി അരികിലേക്ക് എത്തി. ഗംഗ എന്ന് വിളിച്ചതും മഹി വിളിക്കുന്നത് കേട്ട് ഗംഗ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും മഹി പറഞ്ഞു, ഗംഗെ, നിനക്ക് എന്നോട് പിണക്കമോ വിരോധം എന്തെങ്കിലും ഉണ്ടോ, എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഗംഗ ചോദിച്ചു, എന്തിനാ മഹിയേട്ട ഞാൻ മഹിയേട്ടനോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചതും മഹി പറഞ്ഞു, അല്ല, നീ ഇത്രയേറെ എന്നെയും എന്റെ മോളെയും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചറിയാതെ പലപ്പോഴും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയും തള്ളി പറയുകയും ഒക്കെ ചെയ്തു. അത് നിന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്നെനിക്കറിയാം എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, മഹിയേട്ട, എനിക്കറിയാം മഹിയേട്ടന് മാളുവിനോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന്, മാളു മഹിയേട്ടന് എത്ര വിലപ്പെട്ടതാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മഹിയേട്ടൻ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ പെരുമാറുകയുള്ളൂ, ഞാനാണെങ്കിൽ പോലും അങ്ങനെയേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് മഹിയേട്ടനോട് യാതൊരു ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല എന്ന് ഗംഗ പറയുമ്പോൾ മഹി പറഞ്ഞു, അതല്ല ഗംഗെ, നീ എന്നെയും മോളെയും സ്നേഹിക്കുന്നത് എത്ര ആഴത്തിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് തിരിച്ചറിഞ്ഞിരുന്ന ഞാൻ മനഃപൂർവ്വം നിന്നെ അങ്ങനെ തള്ളി പറയുകയും മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അത് ഞാൻ ചെയ്ത വലിയ തെറ്റായി പോയി. അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. മറ്റുള്ളവർ പറയുന്നത് പോലെ നിന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയി. നിന്നെ ഇത്രയും അറിഞ്ഞ് ഞാൻ നിന്റെ ആ സ്നേഹം, എന്നോടും എൻ്റെ മോളോടുമുള്ള സ്നേഹവും കരുതലും തിരിച്ചറിഞ്ഞിട്ടും ഞാൻ ചില സമയങ്ങളിൽ ഞാൻ എൻ്റെ മാളുവിന്റെ അച്ഛൻ മാത്രമായാണ് നിന്നതും ചിന്തിച്ചതുമൊക്കെ. നിന്റെ മനസ്സ് കാണാനോ നിന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിക്കാനോ പോലും ഞാൻ ആ നിമിഷങ്ങളിലൊന്നും തയ്യാറായിരുന്നില്ല എന്ന് മഹി വിഷമത്തോടെ ഗംഗയോട് പറഞ്ഞു. അത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, മഹിയേട്ട, അങ്ങനെയൊന്നും മഹിയേട്ടൻ പറയല്ലേ എന്ന് പറഞ്ഞതും ഗംഗയോട് മഹി വീണ്ടും ആവർത്തിച്ചു, ഗംഗ, നീ എന്നോട് ക്ഷമിക്കണം. അപ്പോ മഹിയോട് ഗംഗ പറഞ്ഞു, മഹിയേട്ട, എന്നോട് വെറുതെ ക്ഷമയൊന്നും ചോദിക്കരുത്, അങ്ങനെയൊന്നും എന്നോട് വെറുതെ ചോദിക്കല്ലേ മഹിയേട്ട, അതെന്നെ കൂടുതൽ വിഷമത്തിലാക്കും. സത്യത്തിൽ മഹിയേട്ടനും മാളുവും എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ മോളാണ് മാളു. പ്രസവിച്ചാൽ മാത്രമേ മകളാകൂ എന്നൊന്നുമില്ലല്ലോ. സ്വന്തം കുഞ്ഞാകണമെങ്കിൽ പ്രസവിക്കണം എന്നൊന്നുമില്ല. ഞാൻ പ്രസവിക്കാത്ത എന്റെ സ്വന്തം കുഞ്ഞാണ് മാളു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം കുഞ്ഞിന് എന്ത് ആപത്ത് സംഭവിച്ചാലും ഒരമ്മ എന്താ ചെയ്യുക, അത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ മഹിയേട്ട എന്ന് ഗംഗ മഹിയോട് അറിയിച്ചു. അത് കേട്ടതും മഹി പറഞ്ഞു, ഗംഗെ, എങ്കിലും നിന്റെ നല്ല മനസ്സും നിന്റെ ആ നന്മ നിറഞ്ഞ മനസ്സുമൊക്കെ തിരിച്ചറിയാൻ കാണാനും ഞാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ ഇനി എന്നോട് അങ്ങനെ ക്ഷമ ചോദിക്കല്ലേ എന്ന് പറഞ്ഞതും ഇത്രയും മതി, മഹിയേട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മാത്രം മതി എന്ന് ഗംഗ മഹിയോട് പറഞ്ഞതും ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് കണ്ടതോടെ മഹി ചോദിച്ചു, ഗംഗെ, നീ കരയുകയാണോ എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, അല്ല മഹിയേട്ട, ഇതെന്റെ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാ എന്ന് പറഞ്ഞതും സത്യമാണല്ലോ അല്ലെ എന്ന് ചോദിച്ച് മഹി അരികിലേക്ക് വന്ന് ഗംഗയുടെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഗംഗെ, സത്യം പറഞ്ഞതാ, നീ എന്റെയും എന്റെ മോളുടെയും ഭാഗ്യമാണ് ഗംഗെ എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, അല്ല മഹിയേട്ട, മഹിയേട്ടനും മാളുവുമാണ് എന്റെ ഭാഗ്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞതാണ് എന്റെ ഭാഗ്യം എന്ന് ഗംഗ മഹിയോട് അറിയിച്ചു. മഹിയേട്ട, എനിക്കൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞതും മഹി ചോദിച്ചു, എന്താ ഗംഗെ എന്ന് അന്വേഷിച്ചപ്പോ ഗംഗ പറഞ്ഞു, മഹിയേട്ട, നമ്മളെ പരസ്പരം അകറ്റാൻ വേണ്ടി മറ്റുള്ളവർ നടത്തുന്ന അല്ലെങ്കിൽ മറ്റാരോ ചെയ്യുന്നതാണ് ഇതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞതും മഹി പറഞ്ഞു, ഗംഗെ, അങ്ങനെ ആര് ശ്രമിച്ചാലും ആരെന്ത് പറഞ്ഞാലും നിന്നെയും എന്നെയും
അങ്ങനെ ഒരിക്കലും ആർക്കും അകറ്റാൻ കഴിയില്ല. കാരണം അത്രത്തോളം ആഴത്തിൽ അഗാധമായി നീ എന്നെയും എന്റെ മോളെയും സ്നേഹിക്കുന്നുണ്ട്, അതെനിക്കറിയാം എന്ന് മഹി ഗംഗയോട് പറയുന്നു. അത് കേട്ടതും ഗംഗ ചിരിച്ചുകൊണ്ട് മഹിയെ നോക്കുന്നു. അതിനുശേഷം മഹി ഗംഗയും മാളുവിന്റെ അരികിലേക്ക് പോന്നു. ഈ സമയത്ത് ഗോകുൽ തന്റെ വക്കീലിനെ കാണുവാനായി എത്തി. വക്കീലിനോട് ഗോകുൽ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോ മാളുവിന് ഓർമ്മയില്ല എന്നും മാളുവിന് ചില ഓർമ്മകൾ നഷ്ടമായിരിക്കുകയാണെന്നും ഞാനും അമ്മയും ചെയ്ത കാര്യങ്ങളൊന്നും അവളുടെ ഓർമ്മയിൽ ഇപ്പോഴില്ല എന്നും വക്കീലിനോട് ഗോകുൽ ധരിപ്പിച്ചു. എല്ലാം കേട്ടതിന് ശേഷം വക്കീൽ പറഞ്ഞു, ഗോകുൽ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇത് നമുക്ക് പറ്റിയ അവസരമാണ്. ഇപ്പോ കുട്ടിക്കതൊന്നും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് ഈ സമയത്ത് നമുക്ക് കോടതിയിൽ അവർക്കെതിരെ വാദിക്കാൻ ഈസിയാണ്. അതുകൊണ്ട് തന്നെ മോൾക്ക് ഓർമ്മ വീണ്ടും കിട്ടുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇക്കാര്യം കോടതിക്ക് മുന്നിൽ അറിയിക്കണം. കോടതിയുടെ മുന്നിൽ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കൃത്യമായി മാളുവിന്റെ മേലുള്ള അവകാശവും അധികാരവും നിങ്ങൾക്ക് തന്നെ കോടതി വിധിക്കും എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ഗൂഗിൾ പറഞ്ഞു, വക്കീൽ സാറേ, അറിയാവല്ലോ, അമ്മ പോലും കരുതിയിരിക്കുന്നത് എന്റെ കൂടപ്പിറപ്പായ എന്റെ പെങ്ങളുടെ കുഞ്ഞിനോട് എനിക്കുള്ള സ്നേഹമാണ് ഞാൻ ഈ കാണിക്കുന്നതെന്നൊക്കെയാണ് അമ്മയുടെ ഇപ്പോഴത്തെയും ധാരണ. അതുകൊണ്ടാണ് അമ്മ എന്റെ ഒപ്പം ഇതിനെല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത്. സത്യം എന്താണെന്ന് വക്കീൽ സാറിനും എനിക്കും അറിയാമല്ലോ. അത് കേട്ടതും വക്കീല് പറഞ്ഞു, അതെ, എല്ലാ നേട്ടങ്ങളും കൈവരിച്ചു കഴിയുമ്പോ എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ വക്കീലിനോട് ഗൂഗിൾ പറഞ്ഞു, അതെനിക്കറിയാം, എന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഈ ലോകത്തറിയാൻ വേറെ അറിയാവുന്ന ഒരേ ഒരാൾ സാറ് മാത്രമല്ലേ. അതുകൊണ്ട് സാറിന് ഞാൻ അങ്ങനെ പിണക്കോ, വേണ്ട രീതിയിൽ സാറിന് പറഞ്ഞതൊക്കെ ഞാൻ തരികയും ചെയ്യും. പിന്നെ ഈ ഒരു കേസ് അത് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യണം. നമുക്ക് ഈ കേസിൽ തീർച്ചയായിട്ടും വിജയം കൈവരിച്ചു തീരൂ എന്ന് പറഞ്ഞത് വക്കീല് പറഞ്ഞു, അതെ, അവസരങ്ങൾ വരുമ്പോ ആ അവസരം കൃത്യമായി വിനിയോഗിക്കുന്നവനാണ് വിജയമുണ്ടാവുക. അതുകൊണ്ട് ഇപ്പോ ഇനിയും നമ്മൾ അമാന്തം പാലിച്ചിരുന്നിട്ട് കാര്യമില്ല, ഉടനെ തന്നെ വേണ്ട നീക്കങ്ങൾ നടത്താം എന്ന് വക്കീല ഗൂഗിളിനോട് പറഞ്ഞു. അപ്പോഴേക്കും മാളുവിന്റെ അരികിലെത്തിയ മഹിയും ഗംഗയും മാളുവിനോട് ഇപ്പോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഇപ്പോ വേദന കുറവുണ്ടച്ച എന്ന് മാളു പറയുമ്പോ ഗംഗ മാളുവിന് കുടിക്കാനായി പാലുമായിട്ട് അരികിലേക്ക് എത്തി. എനിക്ക് വേണ്ട ഗംഗയെ എന്ന് മാളു പറയുമ്പോ ഗംഗ നിർബന്ധിച്ചു, അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് വീട്ടിൽ പോവണ്ടേ, അപ്പോ അതുകൊണ്ട് ഇത് കഴിക്കണം, മോളിത് കഴിക്ക എന്ന് പറഞ്ഞതും ഉടനെ ഗംഗയോട് മാളു പറഞ്ഞു, വേണ്ട, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ നിന്ന് പോരണ്ട എന്ന് പറഞ്ഞപ്പോ മഹി ചോദിച്ചു, അതെന്താ മോളെ വീട്ടിൽ പോകണ്ടെന്ന് മോള് പറഞ്ഞത് എന്ന് ചോദിച്ചതും മാളു പറഞ്ഞു, ഇവിടെ ആകുമ്പോ ഗംഗയും അച്ഛനും എന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മുഖി പറഞ്ഞു, അതെന്താ മാളൂട്ടിയുടെ കൂടെ അച്ഛനും ഗംഗയും എപ്പോഴും ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും നല്ല കുട്ടിയല്ലേ മാളൂട്ടി എന്ന് പറഞ്ഞ് ഗംഗ മാളുവിനെ എഴുന്നേൽപ്പിച്ചു. ഈ പാല് കുടിക്കേ, ഇന്ന് വേറൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് മാളുവിനോട് സ്നേഹത്തോടെ ഗംഗ സംസാരിച്ചപ്പോ മാളു ആ പാല് കുടിക്കാൻ തയ്യാറായി. ഉടനെ മാളു പാല് കുടിക്കുമ്പോ മഹി ഗംഗയോട് പറഞ്ഞു, മോള് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അപ്പോ ഗംഗയും പറഞ്ഞു, അതേ മഹിയേട്ടാ, മോള് വല്ലാതെ പേടിച്ചു, അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഉടനെ ഗംഗ കൊടുത്ത ആ പാല് മുഴുവൻ മാളു കുടിച്ചു തീർത്തു. മതി എന്ന് പറഞ്ഞ് ഗ്ലാസ് കയ്യിലേക്ക് കൊടുത്തതും എന്നാ മോള് കിടന്നു കേട്ടോ എന്ന് പറഞ്ഞ് ഗംഗ മാളുവിനെ കിടത്തി. മഹി മാളുവിന്റെ ബ്ലാങ്കറ്റ് ശരിക്ക് വിരിക്കുകയും ബെഡ്ഷീറ്റൊക്കെ ശരിക്കിരിക്കുകയും ചെയ്തതിനു ശേഷം മഹിയും മാളുവിന്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു. മോള് പേടിക്കണ്ട കേട്ടോ, അച്ഛന്താ മോളുടെ കൂടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് മാളുവിനെ തലോടിക്കൊണ്ട് മോളെ കെട്ടിപ്പിടിച്ച് മഹിയും ആ ബെഡിലേക്ക് കയറി കിടക്കുന്നു. അങ്ങനെ മഹിയും ആ ബെഡിലേക്ക് കയറി മോളുടെ കൂടെ കിടന്നു. മോളെ കെട്ടിപ്പിടിച്ച് മഹി കൂടെ കിടക്കുമ്പോ അച്ഛന്റെയും മോളുടെയും ആ സ്നേഹം കണ്ട് ഗംഗയും നോക്കിയിരുന്നു. മാളുവും മഹിയും മയങ്ങുന്നത് കണ്ടതോടെ ഗംഗ ആലോചിച്ചു, മാളുവിന് ഇത്രയേറെ ആപത്തുണ്ടായിട്ടും മോളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ സമ്മതിക്കാത്ത ഗൗരിയേച്ചി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്താ വരാതിരുന്നത്? ഗൗരിയേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗൗരിയേച്ചി വരാതിരിക്കുന്നത്. എന്താ ഗൗരിയേച്ചി സംഭവിച്ചതെന്ന് കണ്ടെത്തിയേ തീരും. അതിന് എന്നെ സഹായിക്കാൻ കഴിയുന്നത് ഭട്ടതിരിക്ക് മാത്രമാണ്. ഭട്ടതിരിയെ ഉടനെ കാണണം എന്ന് ഗംഗ തീരുമാനിച്ചു. അങ്ങനെ ഗംഗ ഉടനെ തന്നെ ഭട്ടതിരിയെ കാണുവാനായി എത്തുന്നു. ഭട്ടതിരിയുടെ വീട്ടിലേക്ക് എത്തിയ ഗംഗയോട് ഭട്ടതിരി വിവരങ്ങളൊക്കെ പറയാനായി തയ്യാറായി. ഈ സമയത്ത് ഗോകുല് കൃത്യമായി ശ്രേയയുടെ അരികിലേക്കും എത്തുന്നു. ശ്രേയയുടെ അരികിലെത്തി ഗോകുൽ വിവരങ്ങളൊക്കെ പറഞ്ഞതും ശ്രേയ പറഞ്ഞു, ഗോകുൽ, ഞാൻ പണ്ടേ നിന്നോട് പറഞ്ഞതാണ് മാളുവിനെ ഉപദ്രവിക്കരുതെന്ന്, മാളൂട്ടിയെ വെറുതെ വിടണമെന്ന്, എന്നിട്ട് നീ എന്തൊക്കെയാ ചെയ്തത് എന്ന് ചോദിച്ചതും ഗോകുൽ പറഞ്ഞു, അതിന് ഞാൻ തട്ടിക്കൊണ്ടു പോയതല്ലല്ലോ, ആ പോലീസിന്റെ പിടിയിൽ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ട സമയത്ത് എന്റെ മുന്നിലേക്ക് ആ പെങ്കൊച്ചു വന്നതാണ്,
പിന്നെ ആ കുട്ടിപ്പിശാചിനെ കണ്ട ആ നിമിഷം എനിക്ക് കലി കയറും, അതിനെനിക്ക് കൊല്ലാൻ തോന്നും. അത്രത്തോളം പ്രശ്നങ്ങളാ ആ കുട്ടിപ്പിശാച് എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്രേയ പറഞ്ഞു, അതെ, മാളുവിന് ബോധം എങ്ങാനും തെളിഞ്ഞ, മാളുവിന് ഓർമ്മ എങ്ങാനും തിരിച്ചു കിട്ടിയ, നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞ പിന്നെ നിന്നെ വെറുതെ വിടില്ല പോലീസ്. പോലീസ് മാത്രമല്ല, പോലീസിന് നിന്നെ കിട്ടിയില്ലെങ്കിലും മഹിയേട്ടൻ നിന്നെ പിടികൂടും. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ശ്രേയ ഗോകുലിനോട് അറിയിച്ചു. നകുലിനോട് പറയുന്നു. നകുൽ അത് കേട്ടതും ശ്രേയോട് പറഞ്ഞു, അതെ, ദേവയാനിയുടെ വധശ്രമത്തിൽ പോലീസ് എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ ജയിലിൽ പോലും അടയ്ക്കാൻ കഴിയാത്ത ആ പോലീസുകാരാ ഇനി എന്നെ പിടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ശ്രേയ പറഞ്ഞു, അങ്ങനെ നീ അഹങ്കരിക്കൊന്നും വേണ്ട നകുൽ. കാരണം പോലീസിന് നിന്നെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ മഹിയേട്ടൻ അതിനിറങ്ങും, അത് മറക്കണ്ട എന്ന് പറഞ്ഞതും നകുൽ പറഞ്ഞു, അങ്ങനെ പിടികൂടിയാലേ ഞാൻ മാത്രമല്ല നീയും പെടും, നിന്നെ ഞാൻ പെടുത്തും ശ്രേയെ എന്ന് പറഞ്ഞു. ഉടനെ ശ്രേയ ചോദിച്ചു, വേണ്ട നകുൽ, നീ എന്നെ വെറുതെ ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട എന്ന് പറഞ്ഞതും നകുൽ പറഞ്ഞു, അതെ, എന്നെ പോലീസ് അല്ല മഹി ആര് പിടികൂടിയാലും കാര്യങ്ങളൊക്കെ ഞാൻ പറയും. നീയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൃത്യമായി ഞാൻ അവരുടെ വിവരങ്ങൾ പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീയും എന്റെ കൂടെ ജയിലിലാവും. അത് ഈ നകുലിന്റെ കിരീടത്തിലെ പൊൻതൂവൽ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. പക്ഷേ ശ്രേയ, ഞാൻ പോലീസ് പിടിയിലാകാതിരിക്കേണ്ടത് നിന്റെ കൂടി ആവശ്യമാണെന്ന് നീ ഓർത്തു. അതുകൊണ്ട് എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് നകുൽ ശ്രേയയോട് പറഞ്ഞു. അപ്പോഴാണ് ഭട്ടതിരിക്ക് അരികിലേക്ക് എത്തിയ ഗംഗ കാര്യങ്ങൾ പറഞ്ഞത് കേട്ട് അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കുന്നു. അങ്ങനെ ഗംഗയെ ഗുരുവമ്മയുടെ ആ ശിഷ്യ ആ ആൾ രൂപത്തിലേക്ക് ആവാഹിച്ചതും പിന്നീട് അത് ഇല്ലിമലക്കാട്ടിലെ ആ വലിയ പനയിൽ അവിടെ ശ്രേയയും അമ്മയും ചേർന്ന് ആ ആൾ രൂപത്തെ ആവാഹിച്ച ഗൗരിയെ അതിൽ തളച്ചതും പിന്നീട് ആ ഗൗരിയെ അവിടുന്ന് രക്ഷിക്കാനായി വരുന്ന ആരെയും ആപത്തിൽ അകപ്പെടുത്താനായി ദുരാത്മാവിനെ അവിടുന്ന് സ്വതന്ത്രനാക്കി വിട്ടതുമൊക്കെ ഭട്ടതിരി ഗംഗയോട് പറയുന്നു. ഗംഗയുടെ സംശയം ശരിയായിരുന്നു. ഗൗരിയുടെ ആത്മാവ് ഇപ്പോ ബന്ധനത്തിലാണ് എന്ന് അറിയിച്ചു. അതിൽ നിന്ന് ഗൗരിയേച്ചി എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്ന് ഗംഗ ചോദിച്ചതും, കാരണം മാളുവിനെ രക്ഷിക്കാൻ ഗൗരിയേച്ചി ഓടിയെത്തും. മാളുവിനൊരു ആപത്തും സംഭവിക്കാതെ എപ്പോഴും കാവലായി നിൽക്കുന്നതാണ് ഗൗരിയേച്ചി. അതുകൊണ്ട് തന്നെ ഗൗരീച്ചിയുടെ ആത്മാവ് സ്വതന്ത്രയായി നിൽക്കുന്നത് എന്നും മാളൂട്ടിക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കും. എന്റെ മാളുവിന് ഒരാപത്തും വരാതിരിക്കാൻ ഗൗരീച്ചി സ്വതന്ത്രയാക്കിയേ തീരൂ. അതിനെന്താണ് തിരുമേനി പോംവഴി, ഒന്ന് നോക്കുവോ എന്ന് ചോദിച്ചു. ശരി, ഞാനൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഭട്ടതിരി വേഗം പ്രശ്നം വെച്ച് നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, ഇപ്പോ ഗൗരിയെ രക്ഷിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇല്ലിമലക്കാട്ടിലെ പനൽ, ഉൾക്കാട്ടിനുള്ളിലെ ആ പനയിലാണ് ആവാഹിച്ച് ബന്ധിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, അവിടെ കാവലിനായി ഒരു ദുരാത്മാവിനെ കൂടി അവർ അവിടെ നിർത്തിയിട്ടുണ്ട് എന്ന് അറിയിച്ചു. എല്ലാം കേട്ടതും ഗംഗ പറഞ്ഞു, എങ്ങനെയും എനിക്ക് എന്റെ ഗൗരീച്ചയെ രക്ഷിച്ച് തീരൂ തിരുമേനി. കാരണം എന്റെ മാളുവിനെ എപ്പോഴും സംരക്ഷിക്കുന്നത് ഗൗരീച്ചയാണ്. അതുകൊണ്ട് തന്നെ എന്റെ മാളുവിന് ആപത്തൊന്നും വരാതിരിക്കാൻ ഗൗരീച്ചി പുറത്തുണ്ടാകണം എന്ന് പറഞ്ഞപ്പോ ഉടനെ തിരുമേനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പോംവഴി പറഞ്ഞു തരാം. പക്ഷേ അത് ചെയ്യണം, പാതി വഴിയിൽ ഒരു കാരണവശാലും അത് ഉപേക്ഷിക്കാനും പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, എത്ര ദുർഘടമാണെങ്കിലും ഞാനത് ചെയ്യാൻ തിരുമേനി എന്ന് പറഞ്ഞപ്പോ ഉടനെ തിരുമേനി പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഗംഗ ഇല്ലിമലക്കാട്ടിലേക്ക് പോകണം. അതും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കണം. പിന്നെ ഈ രാത്രിയിൽ തന്നെ അത് ചെയ്തിരിക്കണം. നേരം പുലരുന്നതിന് മുൻപ് തന്നെ ആ കർമ്മം പൂർത്തിയാക്കുകയും ചെയ്യണം. കാരണം ഇന്ന് അമാവാസിയാണ്. ഇന്നുകൂടി മാത്രമേ ഗൗരിയുടെ ആത്മാവിനെ സ്വതന്ത്രയാക്കാൻ കഴിയൂ. ഇന്നുകൂടി കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഒരിക്കലും ഗൗരിയുടെ ആത്മാവിനെ സ്വതന്ത്രയാക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഭട്ടതിരി അറിയിച്ചു. പിന്നെ ഗംഗയ്ക്ക് എപ്പോഴും സഹായത്തിനും ശക്തിക്കുമായിട്ട് ഞാൻ ഇവിടെ പൂജയും പ്രാർത്ഥനയുമായി ഇരുന്നോളാം. ഗംഗ ഇവിടെ നിന്ന് പോയി മടങ്ങി എത്തുന്നത് വരെ ഞാൻ ഇവിടെ ഈ പൂജാമുറിയിൽ പ്രാർത്ഥനയോടെയും പൂജയോടെയും കഴിയും എന്ന് ഭട്ടതിരി അറിയിച്ചു. ശരിയെന്ന് ഗംഗ സമ്മതിച്ചു. പിന്നെ അങ്ങോട്ടുള്ള യാത്ര അത്ര എളുപ്പമാവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. മുന്നിൽ പല പ്രതിബന്ധങ്ങളും പല തടസ്സങ്ങളും നേരിടും. അപ്പോഴൊന്നും മനസ്സിന്റെ ധൈര്യം കൈവിടരുത്. എപ്പോഴും പ്രാർത്ഥനയോടെയും മനസ്സിന്റെ ധൈര്യം കൈവിടാതെയും മുന്നോട്ട് നീങ്ങണം. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ആ ആത്മാവിനെ സംരക്ഷിക്കാൻ, ആത്മാവിനെ അവിടെ നിന്ന് ബന്ധനത്തിൽ നിന്ന് മോചിക്കാതിരിക്കാനായി ഒരു ദുരാത്മാവിനെ അവരവിടെ ആവാഹിച്ച് നിർത്തിയിട്ടുണ്ട്. ആ ദുരാത്മാവിന്റെ പല പ്രവർത്തികളും ഗംഗയ്ക്ക് നേരെ ഉണ്ടാകും. പക്ഷെ അതിലൊന്നും ഒരിക്കലും ഗംഗ പതറിപ്പോകരുത് എന്ന് പറഞ്ഞു. ഇല്ല എന്ന് ഗംഗ സമ്മതിച്ചു.
ഉടനെ അദ്ദേഹം ഒരു ഏലസ് കയ്യിലെടുത്ത് ആ ചരടിൽ മന്ത്രങ്ങൾ ജപിച്ച് ആ ഏലസും ഗംഗയ്ക്കായി നൽകി. ഇത് എപ്പോഴും കയ്യിലുണ്ടാവണം. ഒരു കാരണവശാലും ഈ ഏലസ് നിലത്ത് വയ്ക്കാനോ നഷ്ടപ്പെടാനോ പാടില്ല എന്ന് ഗംഗയോട് തിരുമേനി അറിയിച്ചു. ശരിയെന്ന് ഗംഗ സമ്മതിച്ചു. പിന്നെ കുറച്ച് ചരട് കൂടി തിരുമേനി ഗംഗയ്ക്ക് നീട്ടി. ഇത് ആ ഗൗരിയുടെ ആത്മാവിനെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നതിന് മുൻപായി ആ മരത്തിൽ ഈ ചരട് കെട്ടിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ നിർത്തിയിരിക്കുന്ന ദുരാത്മാവിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറിയിച്ചു. ശരി തിരുമേനി എന്ന് പറഞ്ഞ് ഗംഗ അത് രണ്ടും കൈപ്പറ്റുന്നു. ഉടനെ തിരുമേനി ഗംഗയോട് പറഞ്ഞു, എന്നാൽ ഇനി വൈകിക്കരുത്, ഉടനെ തന്നെ പുറപ്പെട്ടോളൂ എന്ന് ഗംഗയോട് പറഞ്ഞ് തിരുമേനി അവിടെ നിന്ന് ആ ചരടും ഏലസും ഗംഗയ്ക്ക് കൈമാറി യാത്രാനുമതി നൽകുന്നു.